ഈ ഒരു മെൻറ്റർ ലെഡ് പ്രോഗ്രാമിൻ്റെ ഒരു ഗുണം എന്ന് പറയുന്നത് ഒരു ഫിക്സഡ് സ്കെഡ്യൂൾ ഉണ്ടായിരിക്കും. സപ്പോർട്ടിന് ടെലിഗ്രാം ഗ്രൂപ്പ്, വാട്സപ്പ് ഗ്രൂപ്പ് നിങ്ങൾക്ക് ഡൗട്ട് ചോദിക്കാം എന്നൊക്കെ പറയുന്ന കേസൊക്കെ ഉണ്ടായിരിക്കും. പക്ഷേ പ്രാക്ടിക്കലി ഇതൊക്കെ എത്രത്തോളം വർക്കൗട്ട് ആകുമെന്നുള്ളത് എനിക്ക് അറിയില്ല. മെൻറ്റർ ലെഡ് പ്രോഗ്രാം ആകുമ്പോൾ അവിടെ ഒരാൾ നമ്മുടെ കൂടെ ഉണ്ടാവും. നമുക്ക് ഏത് സമയത്തും നമുക്ക് ഒരു 20 പേരെ മാനേജ് ചെയ്യാൻ വേണ്ടി ഒരു മെൻറ്റർ ഉണ്ടാവും. നമുക്ക് എപ്പോഴും അക്സസബിൾ ആണ് അയാൾ. കുറച്ച് നാളുകളായിട്ട് കേട്ടുവരുന്നൊരു ട്രെൻഡാണ് ഈ ലേ ഓഫ് എന്ന് പറയുന്നത്. കൂടുതലും IT ഫേംസിലാണ് നടക്കുന്നത്. അപ്പോൾ ഇത് എത്ര കൺസേണിങ് ആണ്? അല്ലെങ്കിൽ ഒരു കാൻഡിഡേറ്റ് എന്നുള്ള രീതിയിൽ നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്താൽ ഇതിനെ ഓവർകം ചെയ്യും? ഫ്രഷർ ഹയറിങ് നടക്കുന്നുണ്ട്, ഓഫ് ക്യാമ്പസ് ഹയറിങ് നടക്കുന്നുണ്ട്. അപ്പോൾ ഈ ലേ ഓഫ് ചെയ്യുന്ന വാർത്തകൾ കാണുന്നതോടൊപ്പം തന്നെ എന്നാൽ ഫ്രഷേഴ്സ് ഹയറിങ്ങിന് കുറവുണ്ടായിട്ടുമില്ല. പുള്ളി ജോയിൻ ചെയ്ത് സ്റ്റാർട്ടപ്പിലാണ്. പക്ഷേ അവിടെ ഇരുന്നുകൊണ്ട് ആദ്യത്തെ 2 വർഷം ദിലീപ് പറഞ്ഞ പോലെ സ്ട്രഗിൾ ആയിരുന്നു. പക്ഷേ അതിനുശേഷം പുള്ളി വർക്ക് ചെയ്ത കമ്പനീസ് എന്നൊക്കെ പറയുന്നത് ടോപ്പ് കമ്പനീസാണ്. അതായത് ഇപ്പോൾ അദ്ദേഹം വർക്ക് ചെയ്യുന്നത് ജിയിലാണ്. ലോകത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കമ്പനികളൊന്നാണ് ജി. ക്യാമ്പസിൽ നിന്ന് പ്ലേസ്ഡ് ആവുന്നവരുണ്ട്, അതോടൊപ്പം തന്നെ എൻട്രിയിലും വൺ ടീമിലൊക്കെ പോലെ സ്ഥാപനങ്ങളിൽ പഠിച്ച് പ്ലേസ്ഡ് ആവുന്നവരുണ്ട്. അവിടെ ഫ്രഷേഴ്സിന് ഓപ്പർച്യൂണിറ്റീസ് കുറയുന്നില്ല. എൻട്രിയിലെ കോഴ്സസ് എന്ന് പറയുന്നത് നമ്മളൊരു മെൻറ്റർ ലെഡ് കോഴ്സസ് ആണ്. അതാണ് നമ്മുടെ ഹൈലൈറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ പലപ്പോഴും ഉയർന്നു വരുന്നൊരു ചോദ്യമാണ്, കോഡിങ് നമുക്ക് ഒറ്റയ്ക്ക് പഠിക്കാൻ പറ്റുമോ? അതല്ലെങ്കിൽ ഒരു മെൻറ്റേഴ്സിൻ്റെ സഹായം ഇവിടെ അത്യാവശ്യമാണോ? സോ ആ ഒരു ചോദ്യത്തെ നമ്മൾ എങ്ങനെ അഡ്രസ് ചെയ്യും? ഒരു സെൻസിറ്റീവ് ചോദ്യമാണ്. ആക്ച്വലി തർക്കം ഉണ്ടാകാൻ സാധ്യതയുള്ള ചോദ്യമാണ്. പക്ഷേ എൻ്റെ പേഴ്സണൽ അഭിപ്രായം പറയാം. ഇപ്പോൾ കോഡിങ്ങിലേക്ക് എസ്പെഷ്യലി വരികയാണെന്നുണ്ടെങ്കിൽ എല്ലാവർക്കും ഒരു സെൽഫ് പേസ്ഡ് ലേണിംഗ് മോഡൽ വർക്കൗട്ട് ആവുമെന്ന് പേഴ്സണലി ഞാൻ ബിലീവ് ചെയ്യുന്നില്ല. കാര്യം നമുക്ക് എല്ലാവർക്കും ഏതെങ്കിലുമൊക്കെ പോയിന്റിൽ ഇപ്പോൾ ഇപ്പോൾ നിങ്ങൾ അത്രയും എന്തൂസിയാസ്റ്റിക് ആണ്, നിങ്ങൾക്ക് ഏതെങ്കിലും സൈഡിൽ നിന്ന് നല്ല പ്രഷറുണ്ട്. ഫോർ എക്സാമ്പിൾ ഒരു IT കമ്പനി വർക്ക് ചെയ്യുന്ന ഒരാൾ, അയാൾ വർക്ക് ചെയ്യുന്നൊരു ജാവയിലാണ്. അയാളുടെ ഒരു ക്ലയൻറ്റ് പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ റിയാക്ട് JS പഠിക്കണം, ഇന്ന ടൈമിനകം പഠിക്കണം, ഡെഡ് ലൈൻ ഉണ്ടെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അയാൾ സെൽഫ് പേസ്ഡ് ആയിട്ട് യൂട്യൂബൊക്കെ നോക്കി പഠിക്കുമായിരിക്കാം. പക്ഷേ ഒരു ഫ്രഷറിന് അല്ലെങ്കിൽ ആദ്യ ജോലി നോക്കുന്ന ഒരാൾക്ക് അങ്ങനെ പ്രത്യേകിച്ച് ഡെഡ് ലൈൻസോ പ്രഷറോ ഒന്നും ഉണ്ടാവില്ല. അയാൾക്കത് പഠിച്ചെടുത്താൽ മതി. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു പ്രഷർ ഇല്ലാത്ത സ്ഥിതിക്ക് അവിടെ തന്നെത്താൻ പഠിച്ചെടുക്കുക എന്നുള്ളത് എത്രത്തോളം ഈസി ആയിരിക്കും എന്ന് എനിക്ക് തോന്നുന്നില്ല, എത്രത്തോളം നല്ലതായിരിക്കുന്നത്. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, പലപ്പോഴും ഈ സെൽഫ് പേസ്ഡ് ലേണിംഗ് പ്രോഗ്രാംസിൻ്റെ ഒരു പ്രോബ്ലം എന്ന് പറയുന്നത് ഒരു പോയിന്റിൽ നമ്മൾ സ്റ്റക്കാവും. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ C പ്രോഗ്രാമിംഗ് പഠിക്കാൻ കരുതുക. മേ ബി ഒരു 2 ലെസൺസ് കഴിയുമ്പോൾ അവിടെ ഒരു നമുക്ക് ഡൗട്ട്സ് വരും, നമുക്ക് ചെയ്യുന്ന പ്രോബ്ലത്തിന് ചിലപ്പം സൊല്യൂഷൻ കിട്ടിക്കൊണ്ട് വരുന്നില്ല. അപ്പോൾ നമ്മുടെ ഇൻട്രസ്റ്റോടെ പോകും, നമ്മുടെ പ്രയോറിറ്റീസ് മാറും അവിടെ. അപ്പോൾ ഇത് എന്നെക്കൊണ്ട് പറ്റില്ല എന്നൊരു കോൺഫിഡൻസ് ലോസ് അവിടെ ഉണ്ടാവുകയും ചെയ്യും. അപ്പോൾ അവിടെയൊക്കെ തീർച്ചയായിട്ടും ഒരു മെൻറ്റർ സപ്പോർട്ടുള്ള പ്രോഗ്രാമാണ് പേഴ്സണലി ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നത്. അത് ഏത് ഒരു ഫ്രഷറാണ്, നിങ്ങളൊരു പുതിയ IT ജോലി നോക്കുന്ന ആളാണ്, അല്ലെങ്കിൽ ഇപ്പോൾ ഒരു കരിയർ സ്വിച്ച് നോക്കുന്ന ആളാണ്. ഇപ്പോൾ മേ ബി ഇപ്പോൾ ഒരു മാർക്കറ്റിംഗ് ജോബിൽ വർക്ക് ചെയ്യുന്ന ഒരാൾ, അയാൾക്ക് പ്രോഗ്രാമിങ്ങിലേക്ക് മാറണം എന്നുണ്ടെങ്കിൽ, അയാൾക്ക് സമയം കണ്ടെത്താൻ പറ്റുന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഈവനിങ് ബാച്ചുകളിലൊക്കെ അയാൾക്ക് ജോയിൻ ചെയ്യാം. ഫുൾ ടൈം ആയിട്ട് തന്നെ ഡെഡിക്കേറ്റഡ് ആവുകയാണെങ്കിൽ അതായിരിക്കും നല്ലത്. മാത്രമല്ല ഈ പറഞ്ഞ ഈ ഒരു മെൻറ്റർ ലെഡ് പ്രോഗ്രാമിൻ്റെ ഒരു ഗുണം എന്ന് പറയുന്നത് ഒരു ഫിക്സഡ് സ്കെഡ്യൂൾ ഉണ്ടായിരിക്കും. അതായത് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ എൻട്രി തന്നെ നമ്മൾ ബാച്ചിന് ജോയിൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഈവനിങ് ഒരു 7 to 8 ഒരു ബാച്ച് ഉണ്ടാവും. ഈ സമയം അടുത്ത 6 മാസത്തേക്ക് പൂർണ്ണമായിട്ടും ഇതിൽ ഇൻവോൾവ് ചെയ്യണം എന്നുള്ള ഒരു കമ്മിറ്റ്മെൻറ്റ് അയാൾ സ്വയം കൊടുക്കേണ്ടി വരും. അപ്പോൾ ഇതൊരു ഡെയിലി റുട്ടീൻ്റെ ഭാഗമായിട്ട് മാറും. അപ്പോൾ സിസ്റ്റമാറ്റിക്കായിട്ട് എല്ലാ ദിവസവും വൈകിട്ട് 7 മണിക്ക് ലാപ്ടോപ്പ് തുറന്ന് വെച്ച് പഠിക്കുക എന്നുള്ളത് മാത്രമേ അയാൾക്ക് മാർഗ്ഗം ഉണ്ടാവുള്ളൂ. അപ്പോൾ അതൊരു സെൽഫ് പ്രഷറല്ല, ഒരു സെൽഫ് മോട്ടിവേഷൻ ഓട്ടോമാറ്റിക്കലി ഉണ്ടാവുകയും ചെയ്യും. അപ്പോൾ അത് ഒരു കാര്യം ഒബ്സർവ് ചെയ്ത്, ഇപ്പോൾ നമ്മൾ തനിയെ പഠിക്കാൻ ശ്രമിക്കുന്ന സമയത്ത്, ഇപ്പോൾ ഞാൻ കുറച്ച് നാളുകൾ മുമ്പ് കോഡിങ് പഠിക്കാൻ ശ്രമിച്ചിട്ടുണ്ടായിരുന്നു. ഫോർ എക്സാമ്പിൾ പൈത്തണിലാണ് തുടങ്ങിയത്. പക്ഷേ അന്ന് ഞാൻ കണ്ടൊരു ഇഷ്യൂ എന്ന് പറയുന്നത്, ഭയങ്കര നമ്മൾ റിസോഴ്സസ് ഇഷ്ടം പോലെ ഉണ്ട് ആക്ച്വലി. അപ്പോൾ നമ്മൾ ഒരു ഫീലിംഗ് വരും, അതായത് എവിടെ തുടങ്ങണം. നമ്മൾ ഒരു റിസോഴ്സ് എടുത്ത് പഠിച്ചു തുടങ്ങുമ്പോഴായിരിക്കും വേറൊരു റിസോഴ്സ് കാണുന്നത്. സോ ഏതാണ് ബെറ്റർ എന്നുള്ളൊരു കമ്പാരിഷൻ വരും. സോ ആക്ച്വലി സംഭവിച്ചത്, ഞാൻ കോഡിങ് പഠിച്ചില്ല, എവിടെ എത്തിയില്ല. ബട്ട് നമുക്കൊരു മെൻറ്റർ ലെഡ് പ്രോഗ്രാം ഉണ്ടാകുന്ന സമയത്ത് എനിക്ക് തോന്നുന്നു ഈ ഒരു പ്രശ്നം പരിഹരിക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നു. എക്സാക്ട്ലി ഇത് സെയിം അനുഭവം എനിക്കും ഉണ്ട്. ആക്ച്വലി എൻ്റെ ഇമെയിലൊക്കെ പണ്ട് സബ്സ്ക്രൈബ് ചെയ്ത കുറേ കോഴ്സസ് കിടപ്പുണ്ട് ഉപയോഗിക്കാതെ, യുഡെമിയുടെ ഒക്കെ. ഇത് പലപ്പോഴും ഞാൻ ഇടയ്ക്കൊന്ന് ശ്രമിച്ച് നോക്കിയാണ് കോഡിങ് പഠിക്കാൻ വേണ്ടിയിട്ട്. പക്ഷേ ഒരു യൂട്യൂബ് ചാനലൊക്കെ നോക്കി ഞാനൊരു 2-3 ലെസൺസ് കണ്ട് കാണും. ഇടയ്ക്ക് ഞാൻ സ്റ്റക്കായി, അത് ഞാൻ പിന്നെ അവിടെ നിന്ന് വിട്ട് ഞാൻ പുറകോട്ട് പോവുകയാണ് ചെയ്തത്. അപ്പോൾ ഇതേ അനുഭവം തന്നെ കുറേ കുട്ടികൾ നമ്മുടെ അടുത്ത് ഷെയർ ചെയ്യുന്നത്. അതായത് ഇപ്പോൾ 2020 സമയത്ത് കോവിഡ് വന്ന സമയത്ത് കുറേ മാസീവ് MOOC പ്ലാറ്റ്ഫോംസിൽ ഇതുപോലെ ഫ്രീ ആയിട്ട് കോഴ്സസ് ഓഫർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ സർട്ടിഫിക്കറ്റ്സും എല്ലാം പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പക്ഷേ അത് യൂട്ടിലൈസ് ചെയ്തവരുടെ എണ്ണം ഭയങ്കര ചുരുക്കമാണ് കോളേജുകളിലൊക്കെ ആണെങ്കിൽ. പക്ഷേ നേരെ മറിച്ച് ഒരു മെൻറ്റർ ലെഡ് പ്രോഗ്രാം ആണെങ്കിൽ അവരെ മോട്ടിവേറ്റ് ചെയ്യാനും ഒരു പിയർ ഗ്രൂപ്പ് ഉണ്ടാവും. അപ്പോൾ ഒരു അസൈൻമെൻറ്റ് കംപ്ലീറ്റ് ചെയ്യാനുള്ള ഒരു മോട്ടിവേഷൻ കാര്യങ്ങളൊക്കെ കണ്ടുവരുന്നതായിട്ട് കാണുന്നുണ്ട്. എനിക്ക് തോന്നുന്നു അത് വാലിഡേറ്റ് ചെയ്യുന്നുണ്ടെന്ന് തോന്നുന്നല്ലേ? ഉറപ്പായിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഇപ്പോൾ ഈ പറഞ്ഞ പല സെൽഫ് പേസ്ഡ് ലേണിംഗ് പ്രോഗ്രാമിൽ ചിലർ ഓഫർ ചെയ്യുന്നുണ്ട് വീക്ക്ലി സപ്പോർട്ട് എന്നുള്ള രീതിയിൽ. അതായത് വീക്ക്ലി ഒരു ദിവസം നിങ്ങൾക്ക് ഡൗട്ട് ചോദിക്കാനുള്ളൊരു അവസരം ഉണ്ടെന്നുള്ളത്. ഇതും ആക്ച്വലി എത്രത്തോളം വർക്കാവുമെന്ന് എനിക്ക് അറിയില്ല.
ഇപ്പോൾ ഞാൻ മൺഡേ പഠിക്കുന്ന ഒരു ടോപ്പിക്ക് എനിക്ക് ഡൗട്ട് വന്നു, ഞാൻ അവിടെ ലോക്കായി, എനിക്ക് പിന്നെ ഒന്നും ചെയ്യാനില്ല. അടുത്ത ട്യൂസ്ഡേ, വെനസ്ഡേ, തേഴ്സ്ഡേ, ഫ്രൈഡേസ് എനിക്ക് അതിൽ നിന്ന് പ്രോഗ്രസ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഐ നീഡ് ടു വെയിറ്റ് ടിൽ സാറ്റർഡേ ഓർ മേ ബി ദ നെക്സ്റ്റ് ഡൗട്ട് ക്ലിയറൻസ് ഡേ ടു ക്ലിയർ ദാറ്റ് ഡൗട്ട്. അപ്പോൾ അങ്ങനെയൊക്കെ വരുമ്പോഴത്തേ ഒരാഴ്ചയിൽ ഒരു ഡൗട്ട് ക്ലിയർ എന്ന് പറയുന്നത് നമ്മുടെ ഇൻട്രസ്റ്റ് അപ്പോൾ അറിയാതെ പോവുകയൊക്കെ ഉണ്ടാവും. ഇപ്പോൾ മേ ബി സപ്പോർട്ടിന് ടെലിഗ്രാം ഗ്രൂപ്പ്, വാട്സപ്പ് ഗ്രൂപ്പ് നിങ്ങൾക്ക് ഡൗട്ട് ചോദിക്കാം എന്നൊക്കെ പറയുന്ന കേസൊക്കെ ഉണ്ടായിരിക്കും. പക്ഷേ പ്രാക്ടിക്കലി ഇതൊക്കെ എത്രത്തോളം വർക്കൗട്ട് ആകുമെന്നുള്ളത്, എത്ര പേർക്ക് ഇത് വർക്കൗട്ട് ആകുമെന്നുള്ളത് എനിക്ക് അറിയില്ല. മെൻ്റൽ ലെഡ് പ്രോഗ്രാം ആകുമ്പോൾ അവിടെ ഒരാൾ നമ്മുടെ കൂടെ ഉണ്ടാവും. നമുക്ക് ഏത് സമയത്തും നമുക്ക് ഒരു 20 പേരെ മാനേജ് ചെയ്യാൻ വേണ്ടി ഒരു മെൻറ്റർ ഉണ്ടാവും. നമുക്ക് എപ്പോഴും അക്സസബിൾ ആണ് അദ്ദേഹം. അപ്പോൾ അദ്ദേഹത്തോട് ഡൗട്ട് ചോദിക്കാം, നമുക്ക് ഏത് സമയത്ത് അത് ക്ലിയർ ചെയ്യാം ഉള്ള ഓപ്ഷൻസൊക്കെ അതായിരിക്കും കുറച്ചുകൂടെ ബെറ്റർ എന്ന് എനിക്ക് തോന്നുന്നു. പലപ്പോഴും IT ജോബ് എന്ന് പറയുമ്പോൾ ആളുകളുടെ മനസ്സിലേക്ക് വരുന്ന ഒരു ട്രെൻഡ് എന്ന് പറയുന്നത് ഇപ്പോൾ ബിഗ് നെയിംസ് ആണ്. ഇപ്പോൾ ഇന്ത്യയിലെ കേസ് എടുക്കുവാണെങ്കിൽ ഇപ്പോൾ എഞ്ചിനീയറിംഗ് കോളേജ് അല്ലെങ്കിൽ ഒരു കമ്പ്യൂട്ടർ സയൻസ് ബാക്ക്ഗ്രൗണ്ട് കഴിഞ്ഞ് വരുന്ന ഒരാളുടെ ഒരു എയിം എന്ന് പറയുന്നത് ഇൻഫോസിസ് അല്ലെങ്കിൽ TCS അല്ലെങ്കിൽ വിപ്രോ എന്നുള്ള രീതിയിലാണ്. പക്ഷേ ഇപ്പോൾ നമ്മൾ കണ്ടുവരുന്ന ഒരു ട്രെൻഡ് എന്ന് പറഞ്ഞാൽ നമുക്ക് ധാരാളം സ്റ്റാർട്ടപ്പുകളുണ്ട്. ഇപ്പോൾ കേരളത്തിൽ തന്നെ നോക്കുകയാണെങ്കിൽ ഏറ്റവും ബെസ്റ്റ് എക്കോസിസ്റ്റം ഫോർ സ്റ്റാർട്ടപ്സ് എന്നുള്ള രീതിയിലുള്ള അവാർഡുകളും കാര്യങ്ങളും റെക്കഗ്നിഷനും ഒക്കെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഒരു അപ്സ്കില്ലിംഗ് പ്രോഗ്രാം അല്ലെങ്കിൽ ഒരു കോഡിംഗ് പഠിച്ചു വരുന്ന ഒരു കാൻഡിഡേറ്റിനെ സംബന്ധിച്ച് ഈ രണ്ട് സിറ്റുവേഷനിൽ, അതായത് ഒരു IT എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള ഒരു സർവീസ് സെക്ടർ കമ്പനിയിൽ വർക്ക് ചെയ്യുന്നതും നേരെ മറിച്ച് ഒരു സ്റ്റാർട്ടപ്പിൽ വർക്ക് ചെയ്യുന്ന തമ്മിലുള്ള ഒരു ഡിഫറൻസ് എന്തായിരിക്കും? നിങ്ങൾ ഒരു സ്റ്റാർട്ടപ്പ് റൺ ചെയ്യുന്നതുകൊണ്ടും അങ്ങനെയുള്ള ഒരു എക്കോസിസ്റ്റം അറിയാവുന്നത് കൊണ്ടും കുഡ് യു ലൈക്ക് എക്സ്പ്ലെയിൻ മോർ അബൌട്ട് ദാറ്റ്? എനിക്കൊന്ന് ഒരു മിത്ത് അതിൻ്റെ പുറകിലുണ്ട്. ബേസിക്കലി മിത്ത് മാത്രമല്ല, ആക്ച്വലി ഒരു പ്രിജുഡൈസ്ഡ് ആയിട്ടുള്ളൊരു മൈൻഡ് സെറ്റ്. ഇപ്പോൾ കോളേജിലൊക്കെ പഠിച്ചിറങ്ങുന്ന പല സ്റ്റുഡൻസും ദേ പ്രിഫർ ടു വർക്ക് ഇൻ സോ കോൾഡ് ടയർ 1 കമ്പനീസ്. ഇപ്പോൾ പലപ്പോഴും പേരൻസ് പറയും മോൻ ഇൻഫോസിസിലാണ്. ഇൻഫോസിൽ എന്താണ് ചെയ്യുന്നതെന്നുള്ളത് അവർക്ക് അറിയേണ്ട കാര്യമില്ല. USTയിലാണ്, ഇൻഫോ പാർക്ക് എന്നൊക്കെ പറയുമ്പോൾ പലപ്പോഴും നമ്മുടെ പേരൻസിനൊക്കെ ഒരു ഇതുണ്ട്, ഓക്കെ ഇൻഫോ പാർക്കിലാണ്, എന്താണെന്ന് കുഴപ്പമില്ല എന്നുള്ള രീതി. അപ്പം ഇൻഫോ പാർക്കിൽ തന്നെ വേണോ, അല്ലെങ്കിൽ ഈ പറഞ്ഞ സോ കോൾഡ് IT കമ്പനീസിലും ഇവിടെയും വർക്ക് ചെയ്യുന്ന ഒരുപാട് പോസിറ്റീവ്സും നെഗറ്റീവ്സും ഡിഫറൻസസും ഉണ്ട്. ഇപ്പോൾ അതിൻ്റെ ഇപ്പോൾ ഒരു എസ്റ്റാബ്ലിഷ് ആയിട്ടുള്ള കമ്പനിയിൽ, ഒരു സർവീസ് ബേസ്ഡ് കമ്പനിയിലാണ് വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ, ഒരു 500 പേര് വർക്ക് ചെയ്യുന്ന ഒരു കമ്പനിയാണെങ്കിൽ ഒരു ടീമിലായിരിക്കും മോസ്റ്റ്ലി ഒരു ഫ്രഷറായിട്ട് ഇദ്ദേഹം ജോയിൻ ചെയ്യുന്നുണ്ടാവുക. അവിടുത്തെ ഒരു ന്യൂനത എന്ന് പറയുന്നത്, അവിടെ വർക്ക് ചെയ്യുമ്പോൾ മേ ബി ഒരു വലിയ പ്രോജക്റ്റിൻ്റെ ഒരു ചെറിയ ഭാഗം മാത്രമായിരിക്കും ഇവർക്ക് വർക്ക് ചെയ്യാനുണ്ടാവുക. അവർക്ക് കിട്ടുന്ന എക്സ്പോഷർ ഇൻ ലോങ് ടേം കുറവായിരിക്കും. ഇപ്പോൾ 1 ടീമിൽ പഠിച്ചിട്ടുള്ള അല്ലെങ്കിൽ എൻട്രിയിലൊക്കെ പഠിക്കുന്ന പല സ്റ്റുഡൻസും അവർ സർവീസ് ബേസ്ഡ് കമ്പനി പ്ലേസ്ഡ് ആയി കഴിയുമ്പോഴത്തേനും മേ ബി ആഫ്റ്റർ ഒരു 2 വർഷം കഴിയുമ്പോഴും ഇവർ എവിടെയാണോ തുടങ്ങിയത് അവിടെ നിന്ന് വലിയൊരു പുരോഗതിയൊന്നും അവർക്കുള്ള എക്സ്പോഷറിൽ, സാലറി ഡെഫിനറ്റ്ലി ഇമ്പ്രൂവ്മെൻറ്റ് വന്നിട്ടുണ്ടായിരിക്കാം, പക്ഷേ ഒരു ടെക്നോളജി വൈസ് പലപ്പോഴും ആദ്യം പഠിച്ച ടെക്നോളജി ഏതാണോ അതിൽ തന്നെ നിൽക്കേണ്ട ഒരു സിറ്റുവേഷൻ ഉണ്ടാവുക. അതേസമയം സ്റ്റാർട്ടപ്പിലേക്ക് വരുമ്പോൾ ഇത് നേരെ തിരിച്ചാണ്. സ്റ്റാർട്ടപ്പിൽ നമ്മൾ ഫൗണ്ടറെന്നോ അല്ലെങ്കിൽ എംപ്ലോയിന്നോ ഒന്നും ഇല്ല, എല്ലാവരും ഒരുമിച്ചിരുന്ന് ഓടുക എന്നുള്ളത് കഷ്ടപ്പെടുക മാത്രം ഉള്ളതുകൊണ്ട് ഒരുപക്ഷെ ഒരു പ്രൊഡക്റ്റ് ബിൽഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ പ്രൊഡക്റ്റിൻ്റെ ബേസിക് ലെവൽ ആർക്കിടെക്ചർ മുതൽ അത് ഡിപ്ലോയ് ചെയ്യുന്നത് വരെയുള്ള സമയത്ത് A to Z കാര്യങ്ങളിൽ ഇദ്ദേഹം ഇൻവോൾവ് ആവേണ്ടി വരും. എൻ്റെ പേഴ്സണൽ റെക്കമെൻഡേഷൻ, നിങ്ങൾക്ക് എന്തെങ്കിലും പോസിബിലിറ്റി ഉണ്ടെങ്കിൽ ഒരു സ്റ്റാർട്ടപ്പിൽ വർക്ക് ചെയ്യുക എന്നുള്ളതാണ്. രണ്ട് റീസൺസ്. ഒന്ന്, ടെക്നോളജിക്കലി നല്ല പോലെ എക്സ്പോഷർ കിട്ടും. അതായത് ഇപ്പോൾ അവിടെ ഉപയോഗിക്കുന്ന അവിടെ ഒരു ഫ്രണ്ട് എൻഡ് ഡെവലപ്പറോ ഒരു സെറ്റ് ഓഫ് ഫ്രണ്ട് ഡെവലപ്മെൻറ്റ് ടീമോ ബാക്ക് എൻഡ് ഡെവലപ്മെൻറ്റ് ടീമോ ഒന്നും ഉണ്ടായിരിക്കത്തില്ല. എല്ലാം നമ്മൾ തന്നെ ആയിരിക്കും എന്ന് പറയുന്നത് പോലെ തന്നെ എല്ലാവരും തന്നെ ചെയ്യേണ്ടി വരും. അപ്പോൾ കിട്ടുന്ന ലേണിങ്സ് എന്ന് പറയുന്നത് ഭീകരമായിരിക്കും. ഇപ്പോൾ എസ്പെഷ്യലി നമ്മളെല്ലാവരും ഒരു 40 വർഷമൊക്കെ ആയിരിക്കും കരിയറിൽ വർക്ക് ചെയ്യുന്നുണ്ടാവുക. ഒരു ബിൽഡിങ് പണിയുന്നു എന്ന് പറയുന്ന പോലെയാണ് ഈ നമ്മുടെ 40 വർഷം കരിയറിൻ്റെ ഒരു ബേസ്മെൻ്റ് ആണ് ആദ്യത്തെ 2-3 വർഷം. ഈ ആദ്യത്തെ 2-3 വർഷത്തിൽ നമ്മൾ പഠിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണോ അതൊക്കെ ആയിരിക്കാം നമ്മുടെ ഫ്യൂച്ചർ കരിയർ ഡിഫൈൻ ചെയ്യുന്നുണ്ടാവുക, എങ്ങനെ പോകണം എന്നുള്ളത്. അപ്പോൾ അവിടെ ആ സമയത്ത് ഒരു സ്റ്റാർട്ടപ്പിൽ വർക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അവിടെ കിട്ടുന്ന ലേണിങ്സ് കൂടുതലായിരിക്കും. 2, ഒരു മൈൻഡ് സെറ്റിനകത്ത് മാറ്റം ഉണ്ടാവും. എല്ലാത്തിനെയും പോസിറ്റീവായിട്ട് സമീപിക്കാനുള്ള മാറ്റം. ഓക്കെ, ഇത് എൻ്റെ ജോലിയല്ല, ഇത് ഞാൻ ചെയ്യേണ്ട കാര്യമില്ല എന്നുള്ളൊരു മൈൻഡ് സെറ്റ് ഉണ്ടാവാതിരിക്കാനും ചിലപ്പോൾ ഹെൽപ്പ് ചെയ്യും. കാരണം അവിടെ എല്ലാം നമ്മൾ ചെയ്യേണ്ടി വരും, എല്ലാ കാര്യങ്ങളും ചെയ്യേണ്ടി വരും. ഒരു ക്ലയൻറ്റിന് ചായ ചിലപ്പോൾ കൊടുക്കേണ്ടി വരും. ബട്ട് ദാറ്റ്സ് എ പാർട്ട് ഓഫ് ദ ഗെയിം. അപ്പോൾ അതുകൊണ്ട് ആ ഒരു മൈൻഡ് സെറ്റ് ചേഞ്ചും ഉണ്ടാകും. കുറച്ചും കൂടി ഒരു പോസിറ്റീവ് മനോഭാവം ഉണ്ടാക്കിയെടുക്കാനും ഒരുപക്ഷെ സ്റ്റാർട്ടപ്പിൽ വർക്ക് ചെയ്യുന്നത് നന്നാവും തോന്നും. അതിൻ്റെ അർത്ഥം സ്റ്റാർട്ടപ്പിൽ തന്നെ വർക്ക് ചെയ്യണമെന്നല്ല, പക്ഷേ പല ഫ്രഷേഴ്സിനും വരുത്തുന്ന ഒരു അബദ്ധം എന്ന് പറയുന്നത് അതൊരു സ്റ്റാർട്ടപ്പാണ്, അവിടെ ഞാൻ പോവില്ല എന്ന് പറയുന്ന കാറ്റഗറി സ്റ്റുഡൻസ് ഉണ്ട്, ഫ്രഷേഴ്സ് ഉണ്ട്. പക്ഷേ ഒരു തെറ്റിദ്ധാരണയാണ്, അങ്ങനെ ആവശ്യമൊന്നുമില്ല. നമ്മൾ ഇൻഫോ പാർക്കിൽ മാത്രമേ വർക്ക് ചെയ്യുള്ളൂ, ടെക്നോ പാർക്കിൽ മാത്രമേ വർക്ക് ചെയ്യുള്ളൂ, അതിൻ്റെ ഒന്നും ആവശ്യമൊന്നുമില്ല. സ്റ്റാർട്ടപ്പ്സ് നിങ്ങൾക്ക് ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് വരും. പക്ഷേ ഒരു കാര്യം ഓർക്കേണ്ടത്, നിങ്ങൾ വർക്ക് ചെയ്യാൻ പോകുന്ന സ്റ്റാർട്ടപ്പ് വെദർ ഇറ്റ് ഹാസ് എ ഗുഡ് ഒരു നല്ല ടീമിൻ്റെ കൂടെയാണോ വർക്ക് ചെയ്യുന്നത്, അവർക്കൊരു വിഷൻ ഉണ്ടോ, എങ്ങോട്ടാണ് അവർ പോകേണ്ടതെന്നുള്ളൊരു ധാരണ അവർക്കുണ്ടോ എന്നുള്ളത് മനസ്സിലാക്കാൻ ശ്രമിക്കുക. ആൻഡ് അതൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ദർ ഇസ് നോ പ്രോബ്ലം ഇൻ ജോയിനിങ് എ സ്റ്റാർട്ടപ്പ്. അതെ, അത് ഈ പറഞ്ഞ ആദ്യത്തെ ഒരു 2-3 വർഷം
നമ്മൾ സ്റ്റാർട്ടപ്പിൽ വർക്ക് ചെയ്തിട്ട് പിന്നെ MNCയിലോട്ട് പോവുകയാണെങ്കിൽ അങ്ങനത്തെ കുറേ ആൾക്കാരെ കണ്ടിട്ടുണ്ട്. അപ്പോൾ അവർക്ക് കിട്ടുന്ന കരിയർ ഗ്രോത്ത് കുറച്ച് കൂടുതലാണ്. കാരണം അങ്ങനെയുള്ള ആൾക്ക് ഡിമാൻഡ് കൂടുതലാണ്. ഇപ്പോൾ അർജുൻ പറഞ്ഞ പോലെ തന്നെ ഇവർ എല്ലാ ഏരിയയും കവർ ചെയ്തിട്ടാണ് വരുന്നത്. ഇപ്പോൾ ഒരു മൾട്ടിനാഷണൽ കമ്പനി ചെന്നാൽ ഒരുപാട് അഡ്വാൻറ്റേജ് ഉണ്ട്. നമുക്കൊരു ഒരു വെൽ സ്ട്രക്ചർഡ് ഉള്ള കമ്പനിയിലോട്ട് ചെല്ലുന്നത്. അവിടെ എല്ലാ സിസ്റ്റവും പ്രോസസ്സും ഉണ്ട്. നമ്മൾ നേരെ സീറ്റിൽ പോയിരിക്കുന്നു, വർക്ക് ചെയ്യുന്നു, നല്ല കമ്പാരിറ്റീവ്ലി ബെറ്റർ സാലറി കിട്ടും. ബാക്കി എല്ലാ അറ്റ്മോസ്ഫിയർ നല്ലതാണ്, എൻജോയ്മെൻറ്റ് കുറേ കാണുമായിരിക്കും. പക്ഷേ ഈ പറഞ്ഞ ടെക്നോളജി അല്ലെങ്കിൽ സ്കിൽ വൈസ് കിട്ടുന്ന എക്സ്പോഷർ ഒരു സ്റ്റാർട്ടപ്പിൽ കിട്ടുന്ന അത്രയും വരത്തില്ല. കാരണം സ്റ്റാർട്ടപ്പിൽ ഇപ്പോൾ പറഞ്ഞാൽ എല്ലാ പണിയും ചെയ്യേണ്ടി വരും. ചിലപ്പോൾ ടെക്നോളജി മാത്രമായിരിക്കത്തില്ല. അക്കൗണ്ട്സ് മാനേജ് ചെയ്യേണ്ടി വരും, ഇൻ്റർവ്യൂസ് എടുക്കേണ്ടി വരും, അഡ്മിനിസ്ട്രേഷൻ കുറേ നോക്കേണ്ടി വരും, HR അങ്ങനെ ആ ഒരു ചെറിയ ടീമായിരിക്കും. അവിടെ വരുന്ന എന്ത് ഇഷ്യൂസ് വന്നു കഴിഞ്ഞാലും അതിനകത്തൊക്കെ ഇൻവോൾവ് ആകേണ്ടി വരും. ഇനി ഒരു പ്രൊജക്റ്റൊക്കെ ചെയ്യുമ്പോഴാണെങ്കിലും ചിലപ്പോൾ ക്ലയൻറ്റുമായിട്ട് സംസാരിക്കണം. പ്രൊജക്റ്റ് അതിൻ്റെ ലോഞ്ചിന് സമയത്ത് അല്ലെങ്കിൽ ഡിപ്ലോയ് ചെയ്യുന്ന സമയത്തൊക്കെ ഇതിനകത്തെല്ലാം ഇൻവോൾവ് ആകേണ്ടി വരും. പക്ഷേ മൾട്ടിനാഷണൽ കമ്പനി വർക്ക് ചെയ്യുന്ന ഒരു എൻട്രി ലെവലിലൊക്കെ വർക്ക് ചെയ്യുന്ന ആൾക്കാർ പല ആൾക്കാരും കൊണ്ട് സംസാരിക്കുമ്പോൾ അവരൊരു ടെക്നോളജി വർക്ക് ചെയ്യുന്നതല്ലാതെ ഇതെന്താണ്, ഇതെന്തിനാണ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഇത് ഏത് പ്രൊജക്റ്റിൻ്റെ പാർട്ടാണ്, അങ്ങനെയുള്ള കുറച്ച് ഒരു ഹയർ ലെവലിൽ വരുമ്പോൾ അവർക്ക് ഐഡിയ ഉണ്ട്. പക്ഷേ ഒരു ബേസിക് സ്റ്റാർട്ട് ലെവലിൽ നിൽക്കുന്ന ആൾക്കാർക്ക് ഇങ്ങനത്തെ ഒരു ഐഡിയ ഇല്ല. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഒരു സ്റ്റാർട്ടപ്പിലൊക്കെ ഒരു 3 വർഷം വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് ആ ഒരു ഇൻഡസ്ട്രി മനസ്സിലാക്കിയിട്ടാണ് ഒരു മൾട്ടിനാഷണൽ കമ്പനിയോട് ചെല്ലുന്നത്. അപ്പോൾ അവർ സ്കിൽ വൈസ് കുറച്ചുകൂടെ ബെറ്ററായിട്ട് അവർക്ക് പെർഫോം ചെയ്യാൻ പറ്റും. പക്ഷേ ഒരു ഇനീഷ്യൽ പീരീഡ് കുറച്ച് സ്ട്രഗ്ലിങ് കാണും. ഈ പറഞ്ഞ പോലെ ഇപ്പോൾ സാലറി വൈസ് ആണെങ്കിൽ പോലും കുറച്ച് കോംപ്രമൈസ് ചെയ്യേണ്ടി വരും. പക്ഷേ ഒരു ലോങ് ടേം കരിയർ നോക്കുന്ന ആൾക്കാർക്ക് എപ്പോഴും നല്ലത് ഇനീഷ്യൽ സ്റ്റേജിൽ കുറച്ച് സ്ട്രഗിൾ ചെയ്ത് ആ ബേസ് സ്ട്രോങ് ആയിട്ട് പിന്നെ ഹയർ ലെവൽ നല്ല കമ്പനികളിൽ നോക്കി പോകുന്നതായിരിക്കും. ഇനി മേ ബി ഒരു ഓൺടർപ്രണർ പെർസ്പെക്റ്റീവ് ഒക്കെ ഉള്ള ഒരാളും കൂടെ ആണെന്നുണ്ടെങ്കിൽ ഇപ്പം മേ ബി ഇൻ ഫ്യൂച്ചർ ഒരു സ്വന്തം സ്റ്റാർട്ടപ്പ് ബിൽഡ് ചെയ്യാൻ താല്പര്യമുണ്ട്, അല്ലെങ്കിൽ ഒരു ബിസിനസ് ചെയ്യാൻ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ളവരൊക്കെ സ്റ്റാർട്ടപ്പിൽ എത്തിപ്പെടുകയാണെന്നുണ്ടെങ്കിൽ അവർക്ക് അവിടുന്ന് അതിന്റെ നല്ലൊരു എക്സ്പീരിയൻസ് കിട്ടും. ബേസിക് ഐഡിയ കംപ്ലീറ്റ് മനസ്സിലാവും കമ്പനി എങ്ങനെ റൺ ചെയ്യുന്നത് 0 to 1 എങ്ങനെ ആ കമ്പനി പോകുന്നു എന്നുള്ളത് ആ സ്റ്റാർട്ടപ്പിന്റെ ഏർലി സ്റ്റേജിൽ ജോയിൻ ചെയ്യുന്നുണ്ടെങ്കിൽ അവർക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇത് ലേറ്റർ ഓൺ അവർക്കൊരു ഓൺടർപ്രണർഷിപ്പ് ഡ്രീംസ് ഒക്കെ ഉള്ള ആളാണെങ്കിൽ അവർക്ക് അവിടെ നല്ലൊരു എക്സ്പോഷർ അവിടെ കിട്ടുകയും ചെയ്യും. ഞാൻ എവിടെയോ കേട്ടിട്ടുണ്ട്, അതായത് എക്സ്പീരിയൻസ് 2 തരത്തിലുണ്ട്. ഒന്ന് ഒരേ കാര്യം തന്നെ, ഇപ്പോൾ എനിക്ക് പറയാം ഒരേ കാര്യം തന്നെ ഞാൻ 5 വർഷം ചെയ്താലും എനിക്ക് 5 വർഷം എക്സ്പീരിയൻസ് ആണ്. അതല്ല ഓരോ കൊല്ലം ഞാൻ പല കാര്യങ്ങൾ ചെയ്താലും എനിക്ക് 5 വർഷം എക്സ്പീരിയൻസ് ആണ്. പക്ഷേ രണ്ടിലും ഭയങ്കര ഡിഫറൻസുകളുണ്ട്. എനിക്ക് ഒരു സ്റ്റാർട്ടപ്പ് കൾച്ചറിൽ വർക്ക് ചെയ്യുമ്പോൾ ഈ രണ്ടാമത് പറഞ്ഞ സിറ്റുവേഷനാണ് വർക്ക് ചെയ്യുന്നത്. അതെ. എനിക്ക് തോന്നുന്നു ഞാൻ ക്യാമ്പസിൽ പഠിച്ച എൻ്റെ 2 ഫ്രണ്ട്സ് ഉണ്ട്. അവരുടെ കരിയർ പാത്ത് ഞാൻ എക്സാക്ട്ലി കണ്ടതാണ്. 2009 പാസ് ഔട്ട് ആവുന്നത്. എൻ്റെ ഒരു ഫ്രണ്ട് ഹി വാസ് ആക്ച്വലി അക്കാഡമിക്കലി ബ്രില്യൻറ്റ്, ഇപ്പോഴും ആൾ അടിപൊളിയാണ്. അവൻ അന്ന് ക്യാമ്പസിൽ നിന്ന് പ്ലേസ്ഡായി, ഒരു ടോപ്പ് കമ്പനി പ്ലേസ്ഡായി. അന്ന് നമ്മൾ ഭയങ്കര സെലിബ്രേറ്റ് ഒക്കെ ചെയ്തു. നമ്മൾ അവനെ അന്ന് തൊട്ട് ഒരു ബുദ്ധിജീവി ടൈം ഓഫ് അക്കാഡമിക് ആളായിട്ടാണ് കാണുന്നത്. ക്യാമ്പസിൽ നിന്ന് പ്ലേസ്ഡ് ആകുന്ന ഒരു ആളായിട്ടാണ് കാണുന്നത്. ആ ഒരു സൈഡിൽ കൂടെ അവൻ ആ കമ്പനി ബിൽഡ് ചെയ്തു. സെയിം കമ്പനിയിൽ ഏതാണ്ട് ഒരു 8 വർഷത്തോളം ആൾ വർക്ക് ചെയ്തു. ഓൺ സൈറ്റ് US പോയി, UK പോയി, 2-3 കമ്പനീസിലൊക്കെ പോയി. അവിടുന്ന് പിന്നെ ആ ക്ലയൻറ്റ് കമ്പനിയിലേക്ക് സ്വിച്ച് ചെയ്തു. ഇതേ സമയത്ത് പാരീഡിൻ്റെ വേറൊരു ഫ്രണ്ട് ഉണ്ട്, നമ്മുടെ സോ കോൾഡ് ആവറേജ് എന്നൊക്കെ പറയുന്നൊരു ഫ്രണ്ട്. അദ്ദേഹം അല്ലെങ്കിൽ ഒരു എബോ ആവറേജ്, അദ്ദേഹം പ്ലേസ്ഡ് ആയത് അതിനുശേഷം കോളേജിൽ പഠിച്ചിറങ്ങി ക്യാമ്പസിൽ നിന്ന് പ്ലേസ്മെൻറ്റ് കിട്ടിയില്ല. പുള്ളി ബാംഗ്ലൂർ കുറേ ആൾ നടന്നു, ഡിഡ് സം കൗണ്ട് ഓഫ് കോഴ്സസ്. പുള്ളി ജോയിൻ ചെയ്ത് സ്റ്റാർട്ടപ്പിലാണ്. പക്ഷേ അവിടെ ഇരുന്നുകൊണ്ട് ആദ്യത്തെ 2 വർഷം ദിലീപ് പറഞ്ഞ പോലെ സ്ട്രഗിൾ ആയിരുന്നു. പക്ഷേ അതിനുശേഷം പുള്ളി വർക്ക് ചെയ്ത കമ്പനീസ് എന്നൊക്കെ പറയുന്നത് ടോപ്പ് കമ്പനീസാണ്. അതായത് ഇപ്പോൾ അദ്ദേഹം വർക്ക് ചെയ്യുന്നത് GEയിലാണ്. ലോകത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കമ്പനികളൊന്നാണ് GE മെഡിക്കൽ. അപ്പോൾ അവിടെ എനിക്ക് ഇപ്പോൾ ഉറപ്പാണ് എൻ്റെ ആദ്യം പ്ലേസ്ഡായ ഫ്രണ്ട് ഇപ്പോൾ മേടിക്കുന്ന സാലറിയുടെ ഒരു 30% കൂടുതലെങ്കിലും രണ്ടാമത്തെ ആൾ മേടിക്കുന്നുണ്ട്. ഓവർ എ പീരീഡ് ഒരു 10-15 വർഷം കൊണ്ടുണ്ടായ ഒരു മാറ്റമായിരിക്കും ഒരു പക്ഷേ അത്. അപ്പോൾ അത് കരിയർ എന്ന് പറയുന്നത് ആദ്യത്തെ 2 വർഷമൊന്നും അല്ലല്ലോ. നമ്മുടെ കരിയർ എന്ന് പറഞ്ഞാൽ ഒരു 10-15 വർഷം കൊണ്ട് ഇങ്ങനെ ഫോമായി വരുന്ന സാധനമാണ്. അപ്പോൾ അതുകൊണ്ട് ഇനീഷ്യൽ ഡിസിഷൻ മേക്കിംഗ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. രണ്ടിനും അതിൻ്റേതായിട്ടുള്ള പോസിറ്റീവ്സും നെഗറ്റീവ്സും ഉണ്ട്. ഒന്ന് ശരി ഒന്ന് മോശം എന്നൊന്നുമില്ല. ബട്ട് ഇറ്റ് ഇസ് യുവർ ചോയ്സ്. നമ്മൾ കമ്പനികളെ പറ്റി ഡിസ്കസ് ചെയ്തപ്പോൾ എനിക്ക് വേറൊരു ക്വസ്റ്റ്യൻ ചോദിക്കാം. ഇപ്പോൾ റീസെൻ്റ്ലി നമ്മളൊരു ന്യൂസ് കണ്ടായിരുന്നു, അതായത് ഇൻഫോസിസിൽ കുറച്ചധികം ആളുകളെ ലേ ഓഫ് ചെയ്തെന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ കുറച്ച് നാളുകളായിട്ട് കേട്ട് വരുന്നൊരു ട്രെൻഡാണ് ഈ ലേ ഓഫ് എന്ന് പറയുന്നത്. കൂടുതലും IT ഫേംസിലാണ് നടക്കുന്നത്. അപ്പോൾ ഇത് എത്ര കൺസേണിങ് ആണ്, അല്ലെങ്കിൽ ഒരു കാൻഡിഡേറ്റ് എന്നുള്ള രീതിയിൽ നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്താൽ ഇതിനെ ഓവർകം ചെയ്യാം, അല്ലെങ്കിൽ ഇതിനെങ്ങനെ ബെറ്റർ ഡീൽ ചെയ്യാൻ പറ്റും എന്നുള്ളത് ഒന്ന് വിശദീകരിക്കാം. ലേ ഓഫ് എനിക്ക് തോന്നുന്നത് ഇത് ഒരു കമ്പനി കുറച്ച് പേരെ ലേ ഓഫ് ചെയ്യുമ്പോൾ അത് ന്യൂസായിട്ട് വരുന്നു. പക്ഷെ അതിന് പ്രീവിയസ് ഇയേഴ്സിലുള്ള ഡാറ്റയൊന്നും അതിൻ്റെ കൂടെ കാണിക്കുന്നില്ല. ആ ഒരു പർട്ടിക്കുലർ ഇൻസിഡൻറ്റ് മാത്രമേ കാണിക്കുന്നുള്ളൂ. അപ്പോൾ മുന്നത്തെ വർഷങ്ങളിലെ ഡാറ്റ എടുത്ത് നോക്കിയാൽ ഇത് എല്ലാ വർഷവും എല്ലാ കമ്പനിയും ചെയ്യുന്നതാണ്. അതവിടെ വർക്ക് ചെയ്യുന്ന ഒരു സെറ്റ് ഓഫ് ആൾക്കാരെ വെറുതെ പറഞ്ഞു വിടുന്നതല്ല. ഒരു കമ്പനിയിൽ നിന്ന് ആൾക്കാരെ പറഞ്ഞു വിടുമ്പോഴും അതിൻ്റെ പുറകിൽ കുറേ പ്രൊസീജിയേഴ്സ് ഉണ്ട്. ഇതെല്ലാം നോക്കി മൾട്ടിപ്പിൾ ചാൻസ് കൊടുക്കുന്നുണ്ട്. എന്നിട്ടും പെർഫോം ചെയ്യാതെ വരുമ്പോൾ, കാരണം എല്ലാ ജോലി എല്ലാവർക്കും പറ്റണമെന്നില്ല.
അപ്പോൾ പെർഫോം ചെയ്യാത്ത ആൾക്കാർക്ക് വാർണിംഗ് സിസ്റ്റം ഒക്കെ കാണും. ഇതെല്ലാം കഴിഞ്ഞിട്ടാണ് ലേ ഓഫ് ചെയ്യുന്നത്. അത് എല്ലാ വർഷവും എല്ലാ കമ്പനികളിലും നടക്കുന്നുണ്ട്. അത് ഇൻഡസ്ട്രി അങ്ങനെ പിടിച്ചു നിൽക്കാൻ പറ്റത്തുള്ളൂ. അത് ഈ പറഞ്ഞ പോലെ തന്നെ പ്രശ്നം വരുന്നത് ജോലി പോകുന്നതിൻ്റെ റീസണും നേരത്തെ പറഞ്ഞ അപ്സ്കില്ലിങ് അല്ലെങ്കിൽ അപ് ടു ഡേറ്റ് അല്ലാതിരിക്കുന്നത്. ഒരു ജോലി കിട്ടിയിട്ട് കംഫർട്ട് സോണിലേക്ക് പോകുന്ന ഒരു കാറ്റഗറിയാണ് കൂടുതൽ ഈ ഒരു ഇഷ്യൂ ഫേസ് ചെയ്ത് കണ്ടുവരുന്നത്. അതായത് നമ്മൾ അപ് ടു ഡേറ്റ് ആയിട്ട് നിൽക്കുകയാണ്, കമ്പനിക്ക് നമ്മളൊരു ആവശ്യമുണ്ട് എന്ന് വന്നു കഴിഞ്ഞാൽ പിന്നെ ഈ പറഞ്ഞ ഇത് മാർക്കറ്റ് മാറിക്കൊണ്ടിരിക്കും. റിസഷൻ വരും, അല്ലെങ്കിൽ കോവിഡ് പോലത്തെ ഇഷ്യൂസ് വന്നിരുന്നു. അപ്പോഴൊക്കെ ഈ പറഞ്ഞ കാരണം കമ്പനിക്കും ആ ഒരു മാനേജ് ചെയ്യുന്ന ആൾക്കാരെ, ഹ്യൂമൻ റിസോഴ്സിനെ മാനേജ് ചെയ്യുന്ന ഇഷ്യൂസ് വരാറുണ്ട്. ചിലപ്പോൾ അത്രയും ആൾക്കാരെ അഫോർഡ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ കുറച്ച് ആൾക്കാരെ പറഞ്ഞു വിടേണ്ടി വരും. ഇപ്പോൾ നേരത്തെ റിസഷൻ വന്ന സമയത്തൊക്കെ ആണെങ്കിലും ഒരുപാട് പേര് ജോലി പോയായിരുന്നു. കാരണം ആൾക്കാർ നിൽക്കുന്ന ആൾക്കാരെ അല്ലെങ്കിൽ പെർഫോം ചെയ്യുന്ന ആൾക്കാരെ കമ്പനി നിർത്താനുള്ള കമ്പനിയുടെയും കൂടെ ആവശ്യമാണ്. അപ്പോൾ അവരെ മാനേജ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ കോസ്റ്റ് കുറയ്ക്കേണ്ടി വരും. അപ്പോൾ കുറച്ച് പേരെ പറഞ്ഞു വിടേണ്ടി വരും. അപ്പോൾ പറഞ്ഞു വിടുന്ന കാറ്റഗറി വരുമ്പോഴും കമ്പനിയിൽ തന്നെയാണെങ്കിലും പല കാറ്റഗറി ആയിട്ട് ആൾക്കാർ തിരിച്ച് കാണും. ഫസ്റ്റ് കാറ്റഗറി, സെക്കൻഡ്, തേർഡ് കാറ്റഗറി കാണും. അപ്പോൾ തേർഡിൽ നിൽക്കുന്ന ആൾക്കാരാണ് എപ്പോഴും ഈ ത്രെട്ടിൽ നിൽക്കുന്ന ആൾക്കാർ. അപ്പോൾ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുക, നമ്മൾ ഏറ്റവും ബെസ്റ്റായിട്ട് പെർഫോം ചെയ്യുക. നമ്മൾ ആ കമ്പനിയുടെ എന്ത് സംഭവിച്ചാലും ആ കമ്പനിയിൽ നമ്മൾ ആവശ്യമുണ്ടോ ലെവലിൽ നമ്മൾ വർക്ക് ചെയ്യാന്നുണ്ടെങ്കിൽ എന്ത് ഇഷ്യൂസ് വന്നു കഴിഞ്ഞാലും കമ്പനി നമ്മളെ പ്രൊട്ടക്റ്റ് ചെയ്യും. അപ്പോൾ ആ ലെവലിലേക്ക് നമ്മുടെ കരിയർ അല്ലെങ്കിൽ നമ്മുടെ സ്കിൽസ് ഡെവലപ്പ് ചെയ്ത് കൊണ്ടുപോകുക, അതാണ് ഇനീഷ്യലായിട്ട് ചെയ്യേണ്ട കാര്യം. എനിക്കൊന്ന് ഒരു സൈഡ് താഴുമ്പോൾ ഒരു സൈഡിൽ ഉയർച്ച ഉണ്ടാവുമെന്ന് പറയുന്ന പോലെ ഒരു കാര്യമായിരിക്കും ഇത്. ഇപ്പോൾ ഒരു കമ്പനിയിൽ നിന്ന് ഫോർ എക്സാമ്പിൾ എക്സ്പീരിയൻസ് ആയിട്ടുള്ള ഒരു 10 പേരെ ലേ ഓഫ് ചെയ്തു. അവരുടെ സാലറി ഫോർ എക്സാമ്പിൾ മേ ബി 1 crore ഇൻ ആൻ ഇയർ ആയിരിക്കും. അപ്പോൾ അവിടെ മേ ബി ആ കമ്പനി ചിന്തിക്കുന്നുണ്ടാവുക ഈ 10 പേരെ മാറ്റിയതിന് ശേഷം അവിടെ അവർ ഫ്രഷേഴ്സിനെ കുറേ പേര് അവിടെ എടുക്കുന്നുണ്ടാവും. ഇപ്പോൾ ക്യാമ്പസ് ഹയറിങ് നല്ലതുപോലെ ഇപ്പോൾ നടക്കുന്നുണ്ട്, അത്യാവശ്യം ഫ്രഷർ ഹയറിങ് നടക്കുന്നുണ്ട്, ഓഫ് ക്യാമ്പസ് ഹയറിങ് നടക്കുന്നുണ്ട്. അപ്പോൾ ഈ ലേ ഓഫ് ചെയ്യുന്ന വാർത്തകൾ കാണുന്നതോടൊപ്പം തന്നെ എന്നാൽ ഫ്രഷേഴ്സ് ഹയറിങ്ങിന് കുറവുണ്ടായിട്ടുമില്ല. അപ്പോൾ കമ്പനീസ് നോക്കുമ്പോഴത്തേനും അവർക്ക് ഒരു കോസ്റ്റ് കട്ടിങ്ങിൻ്റെ ഭാഗമായിട്ട് കൂടുതൽ സാലറി കൊടുക്കുന്ന ആൾക്കാരെ പറഞ്ഞു വിട്ടിട്ട് മേ ബി അതേ റോൾ അല്ലെങ്കിൽ അതേ കാര്യങ്ങൾ, ഓക്കെ എക്സ്പീരിയൻസിന് അതിൻ്റെതായിട്ടുള്ള വാല്യൂ ഉണ്ട് ഇല്ലെന്നല്ല പറയുന്നത്, പക്ഷേ മേ ബി ട്രെയിൻഡ് ആയിട്ടുള്ള ആൾക്കാർ വരികയാണെന്നുണ്ടെങ്കിൽ അവരുടെ ഫ്രഷേഴ്സിൻ്റെ ഓപ്പർച്യൂണിറ്റീസ് അവിടെ ഉണ്ടായി വരുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നത്. ഇപ്പോൾ ഇപ്പുറത്തെ സൈഡിൽ ഇൻടേക്ക് ഒരുപാട് കുറയുന്നുമില്ല. ഇപ്പോൾ ക്യാമ്പസിൽ നിന്ന് പ്ലേസ്ഡ് ആവുന്നവരുണ്ട്, അതോടൊപ്പം തന്നെ ഇപ്പോൾ എൻട്രിയിലും 1 ടീമിലൊക്കെ പോലെ സ്ഥാപനങ്ങളിൽ പഠിച്ച് പ്ലേസ്ഡ് ആവുന്നവരുണ്ട്. അവിടെ ഫ്രഷേഴ്സിന് ഓപ്പർച്യൂണിറ്റീസ് കുറയുന്നുമില്ല, ആ ഹയറിങ് താഴോട്ട് പോകുന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് അത് ഒരു സൈഡിൽ അപ്പായി വരുന്നുണ്ടെന്ന് തോന്നുന്നു, ബാലൻസ് ചെയ്യുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. ഈ ഒരു ഇൻഫർമേഷൻ ഷെയർ ചെയ്തപ്പോൾ എനിക്ക് പെട്ടെന്ന് ഓർമ്മ വന്നു, ഒരു 2 years മുമ്പ് ആക്സെഞ്ചറിൽ ഒരു 18,000 ആളുകളെ പറഞ്ഞു വിട്ടിട്ടുണ്ടായിരുന്നു. പക്ഷേ അതിനുശേഷം എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ ആളുകളെ ക്യാമ്പസിൽ നിന്ന് ഹയർ ചെയ്തത് ആക്സെഞ്ചറാണ്, ഫ്രഷേഴ്സ് എന്നുള്ള രീതിയിൽ. അപ്പോൾ മേ ബി ഒരു അണ്ടർ പെർഫോമിംഗ് ആയിട്ടുള്ള മിഡ് ലെവൽ ആളുകളെ പറഞ്ഞു വിട്ടിട്ട് അതിന് പകരം കുറച്ചും കൂടി ബെറ്റർ പെർഫോമിംഗ് ആയിട്ടുള്ള ഫ്രഷേഴ്സിന് എടുക്കുമ്പോൾ ഈ ഒരു ബാലൻസ് അവിടെ മെയിൻറ്റെയിൻ ആയി പോകുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നത്. ഇൻഡസ്ട്രി അങ്ങനെയല്ലേ നിൽക്കത്തുള്ളൂ. ഇൻഡസ്ട്രി ആണെങ്കിലും ഈ പറഞ്ഞ പെർഫോം ചെയ്തില്ലെങ്കിൽ താഴോട്ട് പോകും. അത്രയും കോമ്പറ്റീഷനുള്ള ഇൻഡസ്ട്രിയാണ്. അപ്പോൾ അവിടെ ആ കോമ്പറ്റീഷൻ അനുസരിച്ച് ഡെവലപ്പ് ആയിരുന്ന ആൾക്കാർക്ക് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. പിന്നെ നേരത്തെ അർജുൻ പറഞ്ഞ പോലെ ഹൈ സാലറി ആയിട്ടുള്ള ആൾക്കാരും കമ്പനി നോക്കുമല്ലോ, ഒരു റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെൻറ്റ് നോക്കുമല്ലോ. ഇത്രയും പൈസ ഒരാൾക്ക് കൊടുക്കുമ്പോൾ തിരിച്ച് കിട്ടുന്ന എന്താണ്. അപ്പോൾ അയാൾ പ്രൊഡക്റ്റീവ് ആണെങ്കിൽ ഡെഫിനറ്റ്ലി ആളെ കമ്പനി മുന്നോട്ട് കൊണ്ടുപോകും. അതല്ല ഇത്രയും സാലറി കൊടുത്തിട്ടും തിരിച്ച് അത്രയും കിട്ടുന്നില്ല, അങ്ങനെ ആകുമ്പോൾ റീപ്ലേസ് ചെയ്യും. അങ്ങനെ നമ്മുടെ ഇൻഡസ്ട്രി നിൽക്കത്തുള്ളൂ. അതെ, എനിക്ക് നേരത്തെ പറഞ്ഞ ഡാറ്റ അനാലിസിസ് മെക്കാനിസം ഒക്കെ ഈ കമ്പനീസ് എല്ലാം അവരുടെ HR സൈഡിലൊക്കെ ഉറപ്പായിട്ട് നോക്കുന്നുണ്ടാവുമല്ലോ. ഇപ്പോൾ ദിലീപ് പറഞ്ഞ പോലെ പെർഫോമൻസ് ഇവാലുവേഷൻ ഒക്കെ ഉറപ്പായിട്ടും അവിടെയും ഡാറ്റ വാലുവേറ്റ് ചെയ്യുന്നുണ്ട്. ഒരു കമ്പനിക്ക് ഒരു റിസോഴ്സിന് ഇത്ര രൂപ നമ്മൾ ബഡ്ജറ്റ് വെക്കുമ്പോഴത്തേനും അവിടുന്ന് തിരിച്ചെന്താണ് കിട്ടുന്നത്. അപ്പോൾ അതേ റിട്ടേൺ ആക്ച്വലി അതിൻ്റെ പകുതി കോസ്റ്റ് മാർക്കറ്റിൽ നിന്ന് കിട്ടാനുണ്ടോ, ഉണ്ടെങ്കിൽ വൈ കാൻ വി തിങ്ക് അബൌട്ട് ദാറ്റ് എന്നുള്ള തോട്ടൊക്കെ വരുമ്പോഴാണ് ആക്ച്വലി ലേ ഓഫ്സ് കൂടുന്നുണ്ടാവുക. അതിന് എക്സ്പീരിയൻസ് ആൾക്കാർക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു സൊല്യൂഷൻ എന്ന് പറയുന്നത് അവരെ ഇറീപ്ലേസബിൾ ആക്കി മാറ്റുക സ്വയം എന്നുള്ളത്. മോസ്റ്റ് വാണ്ടഡ് എംപ്ലോയി ആണ് ഞാൻ എന്നൊരു ഫീലിംഗ് ഉണ്ടാക്കുക എന്നുള്ളത് മാത്രമല്ല, അങ്ങനെ തോന്നിപ്പിച്ചിട്ട് കാര്യമില്ല. നമ്മൾ വർക്ക് ചെയ്യുന്നതായിട്ട് കാണിച്ചിട്ട് കാര്യമൊന്നും ഉണ്ടാവില്ല. പുതിയ കാര്യങ്ങൾ പഠിക്കുക. ഇപ്പോൾ എനിക്ക് തോന്നുന്നത് പല കമ്പനീസും അതിൻ്റെ അവസരം കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ ലെജൻഡറി ടെക്നോളജിയിലൊക്കെ വർക്ക് ചെയ്യുന്ന ഒരാളാണെങ്കിൽ പോലും അവരോട് പുതിയ ടെക്നോളജീസ് പഠിക്കാൻ പറയാറുണ്ട്. എല്ലാ കമ്പനീസിലും ഉണ്ടല്ലോ. ഇപ്പോൾ അപ്സ്കില്ലിങ്ങിനായിട്ട് പ്ലാറ്റ്ഫോം എടുത്തിട്ടിട്ട് എല്ലാവർക്കും ട്രെയിനിങ് കൊടുക്കുന്ന കണ്ടിന്യൂസ് ലേണിങ്ങിനുള്ള ഓപ്പർച്യൂണിറ്റി കമ്പനീസ് എല്ലാം കൊടുക്കുന്നുണ്ട്. പക്ഷേ ഇത് യൂസ് ചെയ്യുന്നവരുടെ എണ്ണം കുറവാണ്. ഒരു സിറ്റുവേഷൻ വന്ന് നാളെ ജോലി പോകുന്നത് കണ്ടു കഴിയുമ്പോഴാണ് ഇന്ന് ഇതെല്ലാം എടുത്തു നോക്കിയിട്ട് ഇതെല്ലാം പഠിക്കാൻ നോക്കുന്നതൊക്കെ. പക്ഷേ അത് അല്ലാതെ ഇത് ഒരു നമ്മുടെ ലൈഫിൻ്റെ പാർട്ടായിട്ട് കൊണ്ടുപോകുന്ന ആൾക്കാർ അവരെന്നും നമ്മൾ സക്സസ് ആയിട്ട് തന്നെ കണ്ടിട്ടുള്ളൂ. അവർക്ക് ഇങ്ങനത്തെ ഒരു ഇഷ്യൂ ഫേസിങ് ആയിട്ട് കണ്ടിട്ടില്ല. ഫസ്റ്റ് റൗണ്ട് ഒരു ആപ്റ്റിറ്റ്യൂഡ് നടത്തും,
അവിടെ നമ്മുടെ മാർക്സ് നോക്കുന്നല്ലാതെ ബാക്കി HR റൗണ്ട് ടെക്നിക്കൽ റൗണ്ട് എല്ലാം കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ഹയർ ചെയ്യത്തുള്ളൂ. അപ്പോൾ അവിടെ സോഫ്റ്റ് സ്കില്ല് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ മേ ബി തള്ളല്ല ശരിക്കുള്ള കാര്യമാണ്. ലാസ്റ്റ് ഒരു മേ ബി അതിന് മുന്നേ പഠിച്ച ഞാൻ തോറ്റ 12 ഇൻ്റർവ്യൂസ് ആയിരിക്കാം എൻ്റെ 13ാമത്തെ ഇൻ്റർവ്യൂ എന്നെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ടാവാം. പഠിക്കാനുള്ളൊരു താല്പര്യം കാണിക്കുക, അത് ഇമ്പോർട്ടൻ്റ്. ലേണിംഗ് ഒരു കപ്പാസിറ്റി അല്ലെങ്കിൽ ലേണിങ്ങിനോടുള്ള താല്പര്യമൊക്കെ ഇതൊക്കെ ഇവിടെ പോർട്ട്ഫോളിയോയ്ക്ക് അത് കൊണ്ടുവരാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ പ്ലസ് ഒരു ടെക്നോളജിയും കൂടെ അറിയാമെന്നുണ്ടെങ്കിൽ ഇഷ്ടം പോലെ ഓപ്പർച്യൂണിറ്റി അവൈലബിൾ ആണ്. ഇപ്പോൾ IT ഇൻഡസ്ട്രിയിൽ പൊതുവേ സ്ത്രീകൾക്ക് ഓപ്ഷൻസ് എങ്ങനെയായിരിക്കും? ഒരു കോഡിംഗ് കോഴ്സ് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇഷ്ടപ്പെട്ട ഇൻഡസ്ട്രിയാണ്. പിന്നെ ഈ പറഞ്ഞ വർക്ക് ഫ്രം ഹോം ചിലപ്പോൾ എല്ലായിടത്തും കിട്ടണമെന്നില്ല, പക്ഷേ എന്നാലും കിട്ടുന്ന കമ്പനികളുണ്ട്. തിയറി മാത്രം പഠിച്ചതുകൊണ്ട് ഒരു കാര്യമില്ല. നമ്മളത് കോളേജിൽ പഠിച്ചതാണ്, സ്കൂളിൽ പഠിച്ചതാണ്. ഇനി കമ്പനീസ് പ്രിഫർ ചെയ്യുന്നത് എപ്പോഴും ഹയർ ചെയ്യാൻ എന്ത് നിങ്ങൾക്ക് പ്രാക്ടിക്കലി അറിയാം എന്നുള്ളതാണ്.